കളിക്കാവിളിലെ ക്വാറി ഉടമ ദീപുവിന്റെ കൊലപാതകത്തിൽ പ്രതി അമ്പിളിയുമായി തമിഴ്നാട് പോലീസ് കേരളത്തിലെത്തി. മലയം, നെയ്യാറ്റിങ്കര, ക്രഷർ യൂണിറ്റ്, ഒറ്റാമരം എന്നിവിടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. പ്രതി അമ്പിളിക്ക് ക്വാറി ഉടമ ദീപുവുമായി സൗഹൃദമുണ്ടായിരുന്നു എന്ന് പോലീസ് വ്യക്തമാക്കി. സലിം മാലിക്കാണ് വിവരങ്ങൾ വെച്ചിരുന്നത്. സലിം, അപ്പോഴും ഇയാൾ എങ്ങനെയാണ് ഈ കാറിൽ കൂടെ ഉണ്ടായിരുന്നത്? ഇയാൾ തന്നെയാണോ കൊലപാതകം ചെയ്തത്? ഇയാൾക്ക് വേറെ സഹായമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ടോ പ്രതിയെ പിടികൂടി എന്ന് പറയുമ്പോൾ? ഹാഷ്മി, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ പോലീസിന് മുൻപിലുണ്ട്. പ്രതി കുറ്റം സമ്മതിച്ചു എങ്കിൽ പോലും ഈ പ്രതി തുളസി നൽകിയ മൊഴി പോലും, പ്രതി അമ്പിളി നൽകിയ മൊഴി പോലും ഇപ്പോഴും പലപ്പോഴും പോലീസിനെ കുഴപ്പിക്കുന്നതാണ്. കാരണം പല നിലയിലുള്ള മൊഴികൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം മുന്നിൽ നിരത്തിയിട്ടുണ്ട്. ആ വാദങ്ങളൊക്കെ എങ്ങനെ ശരിയാകുമെന്നതിലുള്ള കണക്കുകൂട്ടലുകളിൽ കൂടിയാണ് പോലീസ്. അതുകൊണ്ട് പോലീസ് പറയുന്നത് സങ്കീർണമായ കേസാണ് ഇതിന്റെ മുഴുവൻ ചുരുളുകളും അഴിയണമെങ്കിൽ കുറച്ച് സമയം വേണ്ടിവരുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ കൊണ്ട് മാത്രമേ പ്രതിയുടെ അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തി ആ നിലയിലേക്ക് കേസ് കൈകാര്യം ചെയ്യാൻ പറ്റൂ എന്നാണ് പറയുന്നത്. നിലവിൽ പ്രതിയുമായി തമിഴ്നാട് പോലീസ് കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ട ആവശ്യമുണ്ട്. നിലവിൽ നെയ്യാറ്റിൻകര, ഒപ്പം തന്നെ മലയൻകീഴ് തുടങ്ങിയ പ്രദേശങ്ങളിൽ പോലീസിന് ഈ ക്രഷർ യൂണിറ്റ് എന്നിവിടങ്ങളിലൊക്കെ എത്തിച്ച് പോലീസിന് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതിനുശേഷം ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം, ഇത് ഒറ്റാമരം എന്ന സ്ഥലമാണ്. ഈ കൊലപാതകം നടന്ന സ്ഥലമാണ്. ഇവിടേക്ക് പോലീസ് അതിനുശേഷമാകും പ്രതിയെ കൊണ്ടുവരിക. അതിനുശേഷം ഇവിടെ വെച്ചും എങ്ങനെയാണ് കൃത്യം നടത്തിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചറിയും. മാത്രമല്ല, എന്തിനാണ് ഈ കൃത്യം നടത്തിയത് എന്ന ചോദ്യത്തിനും പോലീസിന് കൃത്യമായ ഒരു മറുപടി ഇപ്പോഴും ലഭിച്ചിട്ടില്ല. ചില പ്രതിയുടെ മൊഴി പ്രകാരം ചില ഇൻഷുറൻസ് കമ്പനികളെ കൂടി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ നിലയിലുള്ള ഒരു കേസന്വേഷണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നിലയിൽ ഈ മൊഴി നൽകുന്നതുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ട്. അത് പോലീസ് ഏത് നിലയിൽ പരിശോധിക്കും, ഏത് നിലയിൽ കേസിനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നതും പോലീസിനെ സംബന്ധിച്ചിടത്തോളം കുഴപ്പിക്കുന്നതാണ്. മാത്രമല്ല, ഈ പ്രതിയും ദീപുവും തമ്മിലുള്ള ബന്ധം അത് അത്ര മോശമല്ലാത്ത ബന്ധമായിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി നല്ല ബന്ധത്തിലായിരുന്നു എന്നുള്ളതാണ്. ചില സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. അങ്ങനെ ഒരു കൊടും ക്രിമിനലുമായി ദീപു എങ്ങനെ ബന്ധം സ്ഥാപിച്ചു, എന്തിന് ബന്ധം സ്ഥാപിച്ചു എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, നെയ്യാറ്റിൻകരയിൽ നിന്നാണ് പ്രതി ദീപുവിന്റെ കാറിൽ കയറിയതെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ പ്രതി ദീപുവിന്റെ കാറിൽ കയറിയതിനു ശേഷം ഇവിടേക്ക്, ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം പാസ് ചെയ്ത് പോയതാണ്, മാർത്താണ്ഡം ഭാഗത്തേക്ക് പോയതാണ്. അതിനുശേഷം മാർത്താണ്ഡത്ത് നിന്ന് വീണ്ടും തിരിച്ചു വന്ന് ഇവിടേക്ക് യു ടേൺ എടുത്ത ഈ വശത്തേക്ക് നിർത്തുകയായിരുന്നു. അതെന്തിന് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. നിലവിൽ പോലീസ് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തിയ ശേഷം ആ നിലയിൽ ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവരണം, CCTV ഇല്ലാത്ത പ്രദേശത്തേക്ക് തിരിച്ചെത്തിക്കണമെന്ന് പ്രതി പറഞ്ഞിരിക്കാമെന്നാണ്. പക്ഷേ ഇപ്പോൾ ഈ പ്രതിയുടെ മൊഴി പ്രകാരം അത് അങ്ങനെയല്ല എന്നുകൂടി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിരവധി കോംപ്ലിക്കേഷൻസ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. എന്തായാലും പ്രതിയെ അതിനോടകം പിടികൂടാൻ കഴിഞ്ഞ അന്വേഷണത്തിൽ വലിയ നേട്ടമായി എന്ന് തന്നെ പറയണം.